നമ്മുടെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും പണത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. സമയമില്ല എന്ന് പറയുന്ന വാചകം യഥാർത്ഥത്തിൽ തെറ്റാണ്. ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുക. ഈ ലോകത്ത് ഒരു മനുഷ്യനും എത്ര കൊല്ലം ജീവിച്ചു എന്ന് ആരും ചോദിക്കാറില്ല. പകരം ആ ജീവിതം എങ്ങനെയായിരുന്നു. നമസ്കാരം സർ. നമസ്കാരം. സർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം കടം എടുത്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സർ എപ്പോഴും പറയുന്നതാണ് മനുഷ്യൻ അനന്തമായ സാധ്യതകളുള്ള ഒരു കാര്യമാണ്, വളരാനായിട്ട് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. പക്ഷെ പലപ്പോഴും നമുക്ക് വളരാൻ സാധിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമേ ഉള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള കുറേ കാരണങ്ങളാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ് നമ്മുടെ ഒരു വിശ്വാസമായി പോയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്കിന്നൊന്ന് ചർച്ച ചെയ്താലോ? അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ, സൊല്യൂഷൻ കൊടുത്താൽ ഒത്തിരി നല്ല കാര്യമായിരിക്കും അത്. കൃഷ്ണ, ഒരാൾ വളരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ രണ്ട് തരം കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇന്റേണൽ റീസൺസ്, രണ്ട് എക്സ്റ്റേണൽ റീസൺസ്. പൊതുവെ ആളുകൾ എപ്പോഴും എക്സ്റ്റേണൽ റീസൺസ് മാത്രമേ പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അതിനുള്ള സാഹചര്യമില്ല, ഇല്ലെങ്കിൽ ഞാൻ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ് ഈ നാട്ടിൽ പറ്റിയതല്ല. ഇതൊക്കെ എക്സ്റ്റേണൽ റീസൺസ് ആണ്. ഇന്റേണൽ റീസൺസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ എൻ്റെ ചില ശീലങ്ങൾ അതിന് പറ്റിയതല്ല. ഇതാണ് ഇന്റേണൽ റീസൺസ്. പൊതുവെ ആളുകൾ എക്സ്റ്റേണൽ റീസൺസ് ആണ് പറയുക. പക്ഷെ പ്രധാന തടസ്സം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്റേണൽ റീസൺസ് ആണ് പ്രധാന തടസ്സം. ഈ ഇന്റേണൽ റീസൺസിൽ തന്നെ പ്രധാനമായി ആളുകൾ കൊണ്ടു നടക്കുന്ന ചില തെറ്റായ ഇല്ലെങ്കിൽ ലിമിറ്റിംഗ് ആയ പിന്നോട്ട് വലിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ടാകും. ആ വിശ്വാസങ്ങൾ മനുഷ്യനെ വളരാൻ സമ്മതിക്കില്ല. ആ വിശ്വാസങ്ങൾ നമുക്കുണ്ടോ എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ആ വിശ്വാസങ്ങളെ ബോധപൂർവം എങ്ങനെ മാറ്റണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വളർച്ചയുണ്ടാവും. ഇപ്പോൾ പല ആളുകളും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് മറ്റുള്ളവർ എന്നെക്കാളും നല്ല സ്മാർട്ടാണ്, ഞാൻ ഒട്ടും പോരാ, അല്ലെങ്കിൽ ഞാൻ അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല, ഇത് ആക്ച്വലി ഒരു ലിമിറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. ഇത് ചിലപ്പോൾ അറിയാതെ നമ്മൾ പറയുന്നതായിരിക്കും. ഇത് നമ്മുടെ മൈൻഡിലൊരു ബിലീഫായിട്ട് കിടക്കുമല്ലേ. ഞാൻ പോരാ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ആളുകളുമായി താരതമ്യം ചെയ്തിട്ടാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ പറഞ്ഞ പോലെ അത് വലിയ തെറ്റാണ്. കാരണം അയാളുടെ സ്ട്രെങ്ത്തിനെ നമ്മുടെ വീക്ക്നെസ്സുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. വലിയ അപകടമാണ്. ഞാൻ പോരാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ മിടുക്കനാണ്, ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ബലഹീനനാണ്. ലോകത്തെ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും എക്സ്പെർട്ട് ആവാൻ പറ്റില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഏത് കാര്യങ്ങളാണോ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ആ കാര്യങ്ങളെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിനെ മാത്രം ഓർമ്മയിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയും ഞാൻ പോരാ, ഞാൻ അത്ര നല്ലതൊന്നുമല്ല എന്ന് പറയും. എന്നാൽ നമ്മൾ വേറൊരു ഭാഗമുണ്ട്, നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്നോ നമ്മുടെ ശക്തി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ളവരെക്കാൾ നന്നായി ചെയ്യാൻ പറ്റില്ല ആ കാര്യങ്ങൾ നമ്മൾ കാണില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റേ സൈഡ് മാത്രം കാട്ടിട്ട് പറയും എന്നെ കൊള്ളില്ല, എന്നെ പോരാ. അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ താത്തും നമ്മുടെ വില നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. അതെ. മറ്റൊരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിരാശയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് അവർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാനില്ല. ചിലപ്പോൾ ഇതിന് മുമ്പുണ്ടായ പാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷെ അവരെപ്പോഴും പറയുന്നത് എനിക്ക് നല്ലതൊന്നും വരാറില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് നല്ലത് വരില്ല. ഇത് ആക്ച്വലി പറഞ്ഞ് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. വിച്ച് മീൻസ് നമ്മൾ ആ ഒരു നിരാശയാണ് പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു റീസൺ അല്ലേ? ഇത് ഈ സെൽഫ് ടോക്ക് എന്നാ പറയാം. നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിരികെ പറയുന്നത്, നമ്മൾ വേറെ ആളുകളോടല്ല പറയുന്നത്, നമ്മളോട് തന്നെയാണ് പറയുന്നത്. പ്രാർത്ഥനകൾ എന്തുകൊണ്ടാണ് തിരികെ ആകുന്നതെന്ന് ചോദിച്ചാൽ, ഏതൊന്നാണോ തിരികെ ആകുന്നത് അത് പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരു പാറ്റേണായി മാറും. അപ്പം നമ്മൾ ഇല്ലെങ്കിൽ ഞാൻ വീക്കാണ്, ഞാൻ കുഴപ്പവും, എനിക്ക് ഒന്നിനും കൊള്ളില്ല, ഈ ചിന്ത തിരികെ വരുമ്പോൾ അത് പിന്നീട് അത് ഉറപ്പിക്കുകയാണ് ഞാൻ. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ അത് ഭയങ്കര അപകടമല്ലേ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ
നമ്മളോട് പറയുന്നതായിരിക്കാം, വേറെ ആളോട് പറയുന്നതായിരിക്കാം. അതിനെ സൂക്ഷിക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ പല ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ കയ്യിൽ വരുന്നതിനെ നമ്മൾ സ്വീകരിക്കില്ല. ശരിയല്ലേ? അതായത് അത് ചെയ്യാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ ഓപ്പർച്യൂണിറ്റി എടുക്കണ്ടെന്ന് തോന്നും. അപ്പൊ അത് ആക്ച്വലി നമ്മുടെ ഒരു നല്ല, ഇനി വരുന്നത് നല്ലതാണോ ചീത്തയാണെന്നുള്ള ഡ്രൈവ് പോലും ചെയ്യാൻ പറ്റാതെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ ചില വീട്ടമ്മമാർ വീട്ടമ്മമാർ തന്നെ എടുത്തു പറയുന്നതല്ല, അവർ പറഞ്ഞ് ലേഡീസ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാത്തൊരു പ്രവണത കാണാറുണ്ട്. എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ സമയമില്ല, ഞാൻ എല്ലാവരുടെയും കാര്യം ചെയ്തു കൊടുക്കും, എൻ്റെ കാര്യം ചെയ്യാനായിട്ട് സമയമില്ല. സമയം കണ്ടെത്തേണ്ടത് ശരിക്കും നമ്മളല്ലേ? സമയമില്ല എന്ന് പറയുന്ന വാചകം യഥാർത്ഥത്തിൽ തെറ്റാണ്. നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഉള്ളത് സമയം മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറേ ഉള്ളൂ. ആ സമയത്തിന് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമുക്ക് വേണ്ടി ഒരു സമയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരു സമയം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനിക്ക് എൻ്റെ സമയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നോട് ഞാൻ സംസാരിക്കാനും എന്നെ മനസ്സിലാക്കാനും എൻ്റെ പോക്ക് എവിടേക്കാണെന്നും ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും എൻ്റെ ബന്ധങ്ങളെല്ലാം ഞാൻ വിചാരിച്ച പോലെയാണോ എന്നെല്ലാം എന്നോട് ഞാൻ നടത്തുന്ന ഒരു സംവാദത്തിന് വേണ്ടിയുള്ള സമയത്തിനെയാണ് ഞാൻ എൻ്റെ സമയമെന്ന് പ്രധാനമായി പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ചിലപ്പോൾ ചിലർക്ക് പാചകമായിരിക്കും, ചിലർക്ക് ഒരു യാത്രയായിരിക്കും, ചിലർക്ക് കൂട്ടുകാരുടെ കൂടെ ഇരിക്കലായിരിക്കും, ചിലർക്ക് പുസ്തകം വായിക്കലായിരിക്കും, ചിലർക്ക് വെറുതെ ഷോപ്പിങ്ങിന് പോകലായിരിക്കാം. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളുടേതായ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളോട് സംവാദം നടത്താൻ പാകത്ത് ഒരു സമയം കണ്ടെത്തണമെന്നാണ്. അതൊരു ദിവസം ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത്, ഞാൻ നോർമലി എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ ഞാൻ എന്നോട് സംസാരിക്കാൻ മാറ്റിവെക്കും. ലോകത്തോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നോട് സംസാരിക്കാൻ ഒരു ദിവസം അരമണിക്കൂർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ എന്നെ പറ്റിക്കുകയാണെന്ന് അർത്ഥം. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഏത് പ്രായത്തിലും നമുക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, എന്താണ്, സമയം കുറേ വൈകിപ്പോയി, ഇനിയിപ്പോൾ എനിക്കതിന് പറ്റില്ല. ഇത് ആക്ച്വലി നമ്മളെ ലിമിറ്റ് ചെയ്യുന്നൊരു ബിലീഫിൽ, ഇതൊരു വിശ്വാസമല്ലേ നമ്മുടെ മൈൻഡിൽ കിടക്കണേ. എന്ന് വെച്ചാൽ സമയം എന്നെ സംബന്ധിച്ച് ആ ഒരു സമയം എനിക്ക് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ ഒരു ചിന്ത ആക്ച്വലി ലിമിറ്റ് ചെയ്യില്ലേ നമ്മളെ? അത് നമ്മൾ ഇനിയുള്ള കാലം ചെയ്യാതിരിക്കാൻ കണ്ടെത്തുന്ന ഒരു ന്യായീകരണമാണ് എന്നാണ് നമുക്ക് പറയാം. ഈ ലോകത്ത് ഒരു മനുഷ്യനും എത്ര കൊല്ലം ജീവിച്ചു എന്ന് ആരും ചോദിക്കാറില്ല. പകരം ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ്. ലോകത്ത് 40 വയസ്സിന് താഴെ മരിച്ചുപോയ ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. നമ്മളത് ഓർക്കാൻ കാരണം എന്താ ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ഈ ലോകത്തിനോട് എന്ത് ചെയ്തു എന്നതാണ്. അപ്പം നിങ്ങളുടെ ജീവിതം എത്ര മീനിങ് ആയിരുന്നു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ 95 വയസ്സ് വരെ ജീവിച്ചിരുന്നോ അല്ലെ 40 വയസ്സ് വരെ ജീവിച്ചിരുന്നോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം അതിന് പകരം നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ടാണോ ജീവിക്കുന്നത്, ഇല്ല ആ തിരിച്ചറിവ് എപ്പോൾ ഉണ്ടാകുന്നു അപ്പം മാറ്റണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. 60 വയസ്സിലാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നതെങ്കിൽ 60 വയസ്സ് തൊട്ട് നമ്മൾ 64 വയസ്സിലേക്ക് ജീവിക്കണം. ചിലപ്പോൾ ആ 4 കൊല്ലം എങ്ങനെ ജീവിച്ചു എന്നാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ഒരർത്ഥമില്ലാത്ത ജീവിതമായി മരിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, ഒരു ക്രൂരമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഏതൊരു സമയം ഒരു അവസരമാണ്. അങ്ങനെ നമ്മൾ സമയം വൈകിപ്പോയി എന്ന വിശ്വാസം തെറ്റാണ്. വൈകി എന്നൊരു കാര്യമില്ല. കാരണം നിങ്ങൾ വൈകി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ചെയ്യാം. ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, നമുക്ക് മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് കൂടി നമുക്ക് ഉണ്ടാവണം എന്ന്. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഞാനിങ്ങനെയാണ്, എനിക്കിതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ പറ്റത്തില്ല. ഇത് ആക്ച്വലി നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യം. മനുഷ്യന് ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ലേ? ലൈഫിൽ 2 കാര്യങ്ങളാണുള്ളത്, മാറ്റാൻ പറ്റുന്നതും മാറ്റാൻ പറ്റാത്തതും ആയ കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ശരീരത്തിലെ സ്കിൻ കറുത്തതാണ്, പക്ഷെ എനിക്ക് വെളുക്കണമെന്നുണ്ട്. അത് മാറ്റാൻ പറ്റാത്ത കാര്യം. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, മൈക്കൽ ജാക്സൺ
പെയിൻ്റ് അടിച്ചില്ലേ? അപ്പം അത് പുറമോടിയാണ്. ഈ സ്കിന്നിൻ്റെ കളർ അതങ്ങനെ തന്നെയാണ് എന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. ആ മാറ്റാൻ പറ്റാത്തതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്, അംഗീകരിക്കുക എന്നതാണ്. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ നിരന്തരമായി മാറാനുള്ള ഒരു ആക്ഷൻ നടത്തുക എന്നതാണ്. ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ശേഷി തരണമേ എന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. എന്നിൽ ഏത് മാറ്റാൻ കഴിയും, ഏത് മാറ്റാൻ കഴിയില്ല എന്ന് കൃത്യമായി എന്നെ ബോധ്യപ്പെടുത്തി തരണമേ എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ലൈഫ്, അങ്ങനെയല്ലേ? അതെ, ബഹുഭൂരിപക്ഷ സാധനങ്ങളും മാറ്റാൻ പറ്റും. ഇനി മാറ്റുന്നത് എങ്ങനെയാന്ന് എല്ലാം മാറ്റാൻ പറ്റുന്ന ഒറ്റ വാക്കിൽ പറയാം. എങ്ങനെ മാറ്റാൻ പറ്റാത്തതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാം. ഒരു കാര്യം മാറ്റാൻ പറ്റില്ല, ഇതിവിടെ എങ്ങനെയാണ്, പക്ഷെ അതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചയെ മാറ്റാമല്ലോ. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു മാറ്റമല്ലേ. എനിക്ക് കാല് നഷ്ടപ്പെട്ടു, എക്സാമ്പിൾ, കാല് നഷ്ടപ്പെട്ടു. കാലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. കാല് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു മാറ്റമല്ലേ. എനിക്കൊരു അസുഖം വന്നു, ഡോക്ടർ പറഞ്ഞു 3 മാസത്തിൽ മരിച്ചു പോകുന്നു, എക്സാമ്പിൾ. അപ്പോൾ 3 മാസത്തിൽ മരിച്ചു പോകും എന്ന് പറഞ്ഞതിന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ 50, 80, 90 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. എനിക്കിതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഉറപ്പിച്ചായാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം. കൂടുതൽ കാലം ജീവിക്കുന്ന ആഗ്രഹം ഉണ്ടാവാം, പക്ഷേ മരണം ഒരു അനിവാര്യമാണെന്നും ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഉള്ള കാലം ഞാൻ എങ്ങനെ മനോഹരമായി ജീവിക്കാം എന്ന് ചിന്തിച്ചാൽ ടെൻഷൻ മാറുന്നതാണ്. ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് വരാം. ഈ പണത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ഇതിനു മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ പണത്തോടുള്ളൊരു മനോഭാവം, അതായത് സാധാരണക്കാരൻ്റെ ഒരു ചിന്തയാണ് ഉള്ളത് കൊണ്ട് ജീവിച്ചു പോയാൽ മതി, പണം അധികം കയ്യിൽ വന്നാൽ അഹങ്കാരമാകും, അല്ലെങ്കിൽ ഞാൻ പണം കുറേ കൂട്ടി വെച്ചാൽ അത് സെൽഫിഷ് ആയിട്ടുള്ളൊരു ചിന്തയാണെന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ട്. ശരിക്കും ആ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലും മുകളിലേക്ക് ഉയരുക എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മളവിടെ ലിമിറ്റ് ചെയ്യല്ലേ ആക്ച്വലി ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഒരു കാര്യത്തിനെ ലിമിറ്റ് ചെയ്യല്ലേ ഇങ്ങനെ ഒരു പണത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മൈൻഡിൽ കിടക്കുന്നേ കൊണ്ടുണ്ടാവുന്നത്. പണം നല്ലതാണോ ചീത്തയാണോ എന്ന ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. പണം നല്ലതാണോ ചീത്തയാണോ എന്ന ചോദ്യത്തിന് ചിലർ പറയും പണം വളരെ നല്ലതാണെന്ന്, ചിലർ പറയും വളരെ ചീത്തയാണ്. ഇതിന് ഉത്തരം പറയണമെങ്കിൽ കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന ചോദ്യം ചോദിക്കുന്ന പോലെയാണ്. കത്തിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല, നല്ലത് ചീത്ത എന്ന പ്രത്യേകതയില്ല. അതാരാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള സ്വഭാവം ആ കത്തി കാണിക്കും. അങ്ങനെ കാണിക്കുന്നതിനാണ് ടൂൾസ് എന്ന് വിളിക്കുന്നത്. കത്തി ഒരു ടൂളാണ്, പണം ഒരു ടൂളാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ്. ഒരു ടൈറ്റായി കിടക്കുന്ന സ്ക്രൂ തിരിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. എന്നാൽ ഒരു സിനിമയിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നത്. ആ ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നവരുടെ കയ്യിലിരിക്കും. പണവും അതുപോലെയാണ്. പിന്നെ പണം ഉണ്ടാക്കുന്നത് ഒരു തെറ്റാണ് എന്ന ധാരണ വളരെ തെറ്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും പണത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പണം യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊടുക്കാനാണ്. കാരണം പണം ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പണം ഭയങ്കര ഡൈനമിക്കാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ഒഴുകും. അത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ കൊടുക്കാനാണ്. അത് നിങ്ങൾ ആർക്കായാലും, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ഒരാൾക്ക് കൊടുക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയം ചിലപ്പോൾ ചില ആൾ 3 കൊല്ലം ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ ഒരാൾ 10 കൊല്ലം ഹോൾഡ് ചെയ്യും. പക്ഷേ കാലകാലങ്ങളിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ പണം ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കാതെ പണത്തിനെ ഡൈനമിക് ആക്കുക എന്നതാണ്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ലൈക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ വിശ്വാസങ്ങൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി. അപ്പോൾ ഈ ലിമിറ്റിംഗ് ബിലീഫുകളെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അതുകൂടെ പറഞ്ഞാൽ. ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുക എന്നതാണ്.
ഞാൻ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നമ്മൾ എന്തിനാ ഈ വീഡിയോ ഒക്കെ കാണുന്നത്? ഈ ചില ആളുകൾ പറയും യൂട്യൂബിൽ വീഡിയോ കണ്ട ജീവിതം മാറി. അങ്ങനെയൊന്നും മാറില്ല, അത് ചുമ്മാ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ യൂട്യൂബ് മാത്രം പോരെ ഈ ലോകത്ത്. അപ്പോൾ മധുഭാസ്കറിൻ്റെ വീഡിയോ കണ്ടാൽ ജീവിതം മാറിപ്പോകും, അങ്ങനെയൊന്നും മാറിപ്പോകില്ല, ചുമ്മാ ഉള്ളതാണ്. ഞാൻ വിശ്വാസമില്ല എനിക്ക്. പക്ഷേ ഇത്തരം വീഡിയോസിൽ ഒരു അവബോധമുണ്ടാകും. ഓ, ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ. ഈ അവബോധമാണ് അവയർനെസ് ഇസ് ദ ഹാഫ് ക്യൂർ എന്ന് പറയാം. നിങ്ങൾക്കൊരു അവബോധം വരുമ്പോൾ തന്നെ പകുതി സൂക്കേട് മാറി നിങ്ങളുടെ. കാരണം നിങ്ങൾ തിരിച്ചറിഞ്ഞു നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ആ തിരിച്ചറിവിൽ നിന്ന് ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോവാണ്. അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല വേണ്ടത്, ഇതിലേക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് യാത്ര പോകണം. അതിനൊരു ആക്ഷൻ, ഒരു പ്രവൃത്തി നടത്തണം. അത് ബോധപൂർവമായ പ്രവൃത്തിയായിരിക്കണം. കാരണം ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്നും എനിക്ക് ഇവിടേക്കാണ് പോകേണ്ടത്, ഇപ്പോഴത്തെ എൻ്റെ ചിന്താഗതി ഇതാണ്, ഈ ചിന്താഗതി ശരിയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം ഈ ചിന്താഗതിയിൽ നിന്ന് ഈ ചിന്താഗതിയിലേക്ക് പോവാൻ ഇനി ഞാൻ ബോധപൂർവം, ഇപ്പോൾ ഉദാഹരണം, എന്നെ പോരാ എന്ന് പറയുന്ന വാക്ക് ഇനി ഞാൻ പറയുമ്പോൾ എന്നെ ഞാനൊന്ന് ബോധമായി, അത് പറയണ്ട, ആ വാക്ക് പറയണ്ട എന്ന് ഞാൻ എന്നെ ബോധത്തോടു കൂടി ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു പാറ്റേണിലായിക്കോളും. അപ്പം അതുകൊണ്ട് ബോധപൂർവമായ ഒരു ശ്രമം നടത്തിയാൽ ഇത്തരം കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്ന വിശ്വാസങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആദ്യത്തെ തിരിച്ചറിവ് അതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു വിഷയം എടുത്തപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതേ ഒരു ക്ലാരിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വിശ്വാസങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതെല്ലാം പൊട്ടിച്ചെറിയാൻ പറ്റട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. ഇത്രയും നല്ലൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു കൃഷ്ണ.